ജേർണിയിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, ആൻഡ് ആബ്സല്യൂട്ട്ലി എ പ്യുവർ മിമിക്രി ആർട്ടിസ്റ്റിനെ കണ്ടെത്താനുള്ള ഈ ജേർണിയിലേക്ക് ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ഐ വെൽക്കം നമ്മുടെ സ്വന്തം കണ്ടസ്റ്റൻസ്. വെൽക്കം. ആൻഡ് ഓഫ് കോഴ്സ് ഇവരുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ ഇവരെ ബൂസ്റ്റപ്പ് ചെയ്യാനും ഇവരുടെ കുറവുകളും തെറ്റുകളും ഒക്കെ പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ചെയ്യാനും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ജഡ്ജിങ് പാനലിൽ ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം ജഡ്ജസ്. യെസ്, മെമിക്സ് പരേഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വേദി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരിയധികം എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ലൈക്ക് എന്തൊക്കെയാണ് പുതിയ ന്യൂ ജനറേഷൻ ആയിട്ട് പോകുന്ന മെമിക്രി ആൻഡ് എന്താണ് ഇവരുടെ കുറവുകൾ ഒക്കെ നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും അനുകരണം എന്നുള്ളതാണല്ലോ നമ്മുടെ ബേസിക് മെമിക്സ് എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും നമുക്ക് ഒരു പാട്ടോടെ തന്നെ അനുകരണ പാട്ട് ലൈക്ക് മെമിക്കായിട്ടുള്ള ഒരു പാട്ടിൽ നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ എപ്പിസോഡ്? പ്ലീസ് ജഡ്ജസ്. അതൊരു പാട്ടിലാണെങ്കിലും നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ശബ്ദമായിരിക്കണം അല്ലേ? അങ്ങനെ അനുകരിച്ച് പാടുന്ന പാട്ട് തന്നെ ആയിരിക്കണം. യെസ്. ചില്ലിമുളം കാടുകളിൽ അല്ലലെല്ലാം പാടി വരും തെന്നലേ തെന്നലേ. ചില്ലിമുളം കാടുകളിൽ അല്ലലെല്ലാം പാടി വരും തെന്നലേ തെന്നലേ. അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. ചില്ലിമുളം കാടുകളിൽ അല്ലലെല്ലാം പാടി വരും തെന്നലേ തെന്നലേ. അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ 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 തെന്നലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഭയങ്കര ഉഷാറായിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കണ്ടസ്റ്റൻസ് റെഡി അല്ലേ? ഞാൻ ഇന്ന് പെർഫോമൻസ് അടിപൊളിയാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ നിങ്ങളുടെ പെർമിഷനോടെ ഞാൻ വെൽക്കം ചെയ്യാണ്. മിഥുൻ. ഹായ്. എന്താണ് അവിടെ ഭയങ്കര പാട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ജോളി ആയിട്ട് ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മിഥുൻ മാത്രം നെഞ്ചിടിപ്പോടെ വിട്ടിരിക്കുകയാണ്. ഇല്ലായിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ കണ്ടിരുന്നു കുറച്ച് ആബ്സെന്റ് ആയിട്ടിരുന്നത്. കുഴപ്പമില്ല. ഇന്ന് എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഇവിടെ നാച്ചുറൽ സൗണ്ട്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് ചെയ്യാറില്ലായിരുന്നു. കൂടുതൽ സ്റ്റാർസ് ആണ് ചെയ്യാറ്. പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത ഒരു ഐറ്റം ഒരിക്കലും ഞാൻ ചെയ്യാറില്ല എന്ന് പറയുന്നത് ബിക്കോസ് ഈ വേദി എന്ന് പറയുന്നത് ഈ പെർഫെക്റ്റ് ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ നമ്മൾ എല്ലാത്തിലും പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം നമുക്ക് റൗണ്ട്സ് തരും. നമ്മൾ അതിലൊക്കെ നമ്മൾ ദി പെർഫെക്റ്റ് ആവണം. ഓക്കെ, അപ്പോൾ എന്തായാലും നാച്ചുറൽ സൗണ്ട്സ് ആണ് ഇപ്പോൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. ജഡ്ജസ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും യെസ് ഓക്കെ എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും മിഥുൻ ഉണ്ടാവും. അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമസ്കാരം. ഇങ്ങനെ മീഡിയ വണ്ണിൻ്റെ ഈ ഫ്ലോറിൽ ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. മറ്റൊന്നുമല്ല, ഇന്ന് ഞാൻ മീഡിയ വണ്ണിൻ്റെ ഈ ഫ്ലോറിൽ ഷൂട്ടിന് വേണ്ടി വരുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ പതിവ് പോലെ എഴുന്നേറ്റു. എന്നത്തെയും പോലെ തന്നെ ഞാൻ പതുക്കെ എൻ്റെ ഫ്രണ്ടിലെ ഡോർ കുറച്ച് വലിയ ഡോറാണ്. അപ്പോൾ ഞാനതൊന്ന് പതുക്കെ തുറന്നു. പതുക്കെ തുറന്ന് ഞാൻ പുറത്തോട്ട് ഇങ്ങനെ നടന്നിറങ്ങിയപ്പോൾ അവിടെ അപ്പുറത്തെ വീട്ടിൽ നല്ലോണം കാശ് കൊടുത്ത് മേടിച്ചൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി കുരയ്ക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. കാരണം എൻ്റെ വീട്ടിൽ കാശ് കൊടുക്കാതെ എനിക്ക് തെരുവിൽ നിന്ന് കിട്ടിയൊരു പട്ടിയാണ്. അപ്പോൾ ആ കാശ് കൊടുത്ത പട്ടി കുരയ്ക്കുന്ന ഒരു സൗണ്ട് അത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. നേരെ മറിച്ച് എൻ്റെ വീട്ടിലെ കാശ് കൊടുക്കാതെ തെരുവിൽ നിന്ന് കിട്ടിയ പട്ടി അതിനൊട്ടും വയ്യ. അത് കുരയ്ക്കുന്നത് വേറൊരു സ്റ്റൈലായിരുന്നു. ഇങ്ങനെയായിരുന്നു. മറ്റൊന്ന്, ഇത് ഈ രണ്ട് പട്ടികൾക്കും വിശന്ന് കഴിഞ്ഞാൽ ഒരേ ശബ്ദം തന്നെയാണ്. ഇങ്ങനൊരു ടോണാണ് അത് വരുന്നത്. എനിക്ക് ഷൂട്ടിന് പോകണം. ഞാൻ പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. പെട്ടെന്ന് ഞാൻ പുറത്തോട്ടിറങ്ങി എൻ്റെ ഒരു പെട്രോൾ ജീപ്പുണ്ട്. ആ ജീപ്പിനകത്ത് ഞാൻ കയറിയിരുന്ന് ഞാൻ പതുക്കെ ജീപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടാകുന്നില്ല. ഞാൻ പെട്ടെന്ന് കുറച്ച് ഫ്യൂൽ ഞാൻ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ട് വന്ന് ഞാൻ തുറന്നു. വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്തു.
സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി അത് ജീപ്പിൻ്റെ എന്തോ പ്രോബ്ലം ആണെന്ന്. ഞാൻ പതുക്കെ എൻ്റെ അപ്പുറത്തൊരു RX100 ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, ഞാനതെടുത്ത് കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കുകയാണ്. ഞാൻ കോഴിക്കോടെത്തി. 11 മണിക്കാണ് എനിക്ക് ഷൂട്ട്. അപ്പോൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. ഞാൻ പെട്ടെന്ന് കോഴിക്കോട് ബീച്ചിൽ പോയി. ബീച്ചിൽ പോയപ്പോൾ അവിടെ ആ തിരയുടെ ഒരു ശബ്ദം എന്നെ വല്ലാതെ അട്രാക്റ്റ് ചെയ്തു. വളരെയധികം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് ഞാൻ അവിടെ ശിവമണിയുടെ ഒരു ബാൻഡ് കാണാനിടയായി. ശിവമണിയുടെ ഒരു ബാൻഡ്. ഞാൻ പെട്ടെന്ന് എനിക്ക് വളരെയധികം ദാഹം തോന്നി. ഞാൻ അവിടെ ഒരു കടയിൽ ചെന്നിട്ട് ഞാൻ ഒരു ലെമൺ സോഡ പറഞ്ഞു. ലെമൺ സോഡ ഉണ്ടാക്കുന്നത് അത് ഞാൻ വളരെയധികം രസത്തോടു കൂടി നോക്കി നിന്നു. അദ്ദേഹം നാരങ്ങ എടുത്ത് കട്ട് ചെയ്തു, സോഡ പൊട്ടിച്ചു. ഞാൻ പെട്ടെന്ന് അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ പുറകിൽ ബീച്ചിൽ കടലിലൂടെ ഒരു മീൻ പിടിക്കുന്ന ബോട്ട് ദൂരെ നിന്നും വരുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ നേരെ മീഡിയ വണ്ണിൻ്റെ ഫ്ലോറിലെത്തിയപ്പോൾ അവിടെ സെറ്റ് വർക്ക് നടക്കുന്ന ചേട്ടന്മാരെ ഈ സെറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഡ്രില്ലർ കൊണ്ട് അതിന് ഹോൾസ് ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ പ്ലൈവുഡ് മുറിക്കുന്ന ഒരു സൗണ്ടും കൂടെ ഉണ്ടായിരുന്നു. ഞാനൊന്നും നോക്കിയില്ല. ജഡ്ജസിനെ എല്ലാവരെയും കണ്ടു, പ്രൊഡ്യൂസർ സാറെ കണ്ടു, ഗ്രൂമറെ കണ്ടു, എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കണ്ടു. ഞാൻ ഫ്ലോറിലെത്തി. എൻ്റെ പ്രോഗ്രാം തുടങ്ങുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അതിനു മുമ്പ് ഒരു കാര്യം, എൻ്റെ പ്രോഗ്രാം നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നന്ദി, നമസ്കാരം, താങ്ക് യു. ഹായ്, പാർക്ക് സെന്ററിലാണ് വന്നത് അല്ലേ? എങ്ങനെ? ആർക്ക് സെന്ററിലാണ് വന്നല്ലേ? ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം. ജയരാ ചേട്ടാ, ചിന്തയൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇവിടെ വരുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, വീട്ടിൽ സംഭവിക്കുന്നത്, അത് കഴിഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഇതാ ഞാൻ ഈ ഫ്ലോറിലെത്തി, ക്ഷമിക്കണം എൻ്റെ പ്രോഗ്രാം അവസാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതൊക്കെ നന്നായി, അപ്രോച്ചൊക്കെ നന്നായി, വളരെ നന്നായി. പക്ഷെ അതിനകത്ത് നമുക്ക് നിങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നു എന്നതൊരു എക്സ്ക്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ എക്സ്ക്യൂസ് അല്ല. വളരെ പെട്ടെന്ന് ഞാനത് ഉണ്ടാക്കി എന്ന് പറയുന്നതിലൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വരുന്നതില് അത് കാണണം. തീർച്ചയായും. പക്ഷെ നിങ്ങൾക്ക് നല്ല ധൈര്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ധീരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, ഭയമുള്ള ആളല്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഉണ്ടാക്കിയ ഒരു തീം, അതിൻ്റെ ഒരു അവസാനിപ്പിക്കലും അതിലൊക്കെ കാണുന്നുണ്ട്. മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പോലെ നിങ്ങളുടെ മുഖത്തൊരു കോൺഫിഡൻസ് കുറവൊന്നുമില്ല. അത് ആ അപ്രോച്ചിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കേ, ആൻഡ് അബിക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു, നല്ല പ്രകടനമായിരുന്നു. ഇതിപ്പോൾ ഒരു ചൊല്ലുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും ഉറക്കെ പറയുക. ഹിന്ദിയിൽ പറയുന്ന ആളുകൾ ജോബി ബോലോ ജോർസെ ബോലോ എന്ന് പറയും. നമ്മൾ എന്ത് പറയുന്നോ അത് ഉറക്കെ കോൺഫിഡൻസോടുകൂടി ശക്തിയോടുകൂടി പറയുക. ആ ശക്തിയും കോൺഫിഡൻസും ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ സംഭവം, ചെയ്ത സംഭവങ്ങളൊക്കെ അനുകരണമൊക്കെ ഇഷ്ടം പോലെ നമ്മൾ പല സ്ഥലത്തു നിന്ന് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ ഒരു എബിലിറ്റിയെ, നിങ്ങളുടെ കഴിവിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ, നേരത്തെ ജയരാജ് പറഞ്ഞ പോലെ ധൈര്യം ആ മുഖത്തുണ്ട്. നമ്മൾക്കത് വേണം. ഇപ്പം നമ്മളൊരു സിനിമാ താരത്തെ അല്ലെങ്കിൽ എന്ത് ശബ്ദം ചെയ്താലും ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തന്നെ പൂർണ്ണമായൊരു ബോധം വേണം. ചില ആളുകളുടെ മുഖത്ത് ശരിയാവൂ എന്നുള്ള ഒരു ആശങ്ക വെച്ചുകൊണ്ട് ഒരു താരത്തിനെ അവതരിപ്പിക്കരുത്. നമ്മൾ സ്റ്റേജിൽ നിന്നാൽ നമ്മൾ രാജാവാണ്. നമ്മളുടെ ശബ്ദം ചിലപ്പോൾ ഇത്തിരി വ്യത്യാസം ഉണ്ടാകും, പക്ഷേ
നമുക്ക് കോൺഫിഡൻസ് ഇല്ലേ പിന്നെ കണ്ടിരിക്കുന്നവരെങ്ങനെ കൈയടിക്കുക? അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ശരിക്കും നല്ലൊരു ആർട്ടിസ്റ്റിന് വേണ്ട ഒരു വലിയ ഗുണം ഇദ്ദേഹത്തിലുണ്ട് എന്നുള്ളത്, താങ്ക് യു വെരി മച്ച്. മിഥുന് ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു നവാസ്ക. മിഥുൻ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വേദിയിൽ ഒരേപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് വൺ മാൻ ഷോ എന്നൊക്കെ പറയുമ്പോൾ അതിനായിട്ട് ഭയങ്കരമായിട്ട് അത് അടിക്കും എന്നുള്ളത് മാത്രമല്ല, ഭയങ്കര അരോചകമായിരിക്കും. അപ്പോൾ മിഥുൻ ഇനി വരുന്ന, ഞാൻ ഇപ്പോഴത്തെ വേദി പറയുന്നില്ല, ഇനി വരുന്ന വേദികളിൽ പെർഫെക്ഷൻ ഗംഭീരമായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് ചെയ്തു. ഈ പറഞ്ഞുള്ള കോൺഫിഡൻസ് അതൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ ചിന്തയാണ് നമുക്ക് മാറേണ്ടത്. ചിന്തിക്കാതെ ഇപ്പോൾ കാർത്തികിൻ്റെ ഒരു കൂട്ടുകാരന് കിട്ടിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മിഥുൻ. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചും തീരുമാനം എടുത്തിട്ട് നമ്മളിങ്ങനൊന്നും പറ്റില്ലടാ, നമ്മൾ മാറണമെന്ന് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു തീരുമാനം. ഇത് നാച്ചുറൽ സൗണ്ട്സ് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മസ്റ്റ് ഓഡിയോ റൗണ്ട് ആയതുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് വന്നതാണ്. ഞാൻ കൂടുതൽ സ്റ്റാറും ഇതാണ് ചെയ്യാറ്. സ്പോട്ടിൽ നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യുന്നതിന് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും. ഓക്കെ, അത് മിഥുനിന് എപ്പോഴും ഉണ്ടാവുക. എല്ലാ സമയങ്ങളിലും, അത് ഏത് പ്രൊഫഷണലാണെങ്കിലും നമ്മൾ എപ്പോഴും അതുണ്ടാവുക, ആ ചിന്ത ഉണ്ടാവുക, ആ സീരിയസ്നെസ് ഉണ്ടാവണം. വന്നിട്ട് എന്തെങ്കിലും കാണിച്ചാൽ ഒന്നും നടക്കില്ല എന്നുള്ള അതും മനസ്സിലുണ്ടാവണം. ഓക്കെ, ശരി, താങ്ക് യു. അപ്പം എന്തായാലും ഇവരുടെ നിന്ന് നമുക്ക് മാർക്സ് ചോദിക്കാം. ജയരാജ് ചേട്ടാ, out of 25. 16.5. 16.5 out of 25. Navaska, out of 25. 16. Thank you. 16 out of 25. And Abhika, 17. Thank you. 17 out of 25. So in total 49.5 out of 75. Yes, ഇനിയും ഇന്നോവേറ്റീവ്സ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾ എല്ലാവരുടെ സൈഡിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്, എന്തായാലും നമ്മുടെ ഇന്നത്തെ മിമിക്സ് പെരേഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷേ എന്താണ്, അഭികൻ അങ്ങ് മനസ്സില്ല, അങ്ങ് ടാറ്റ എന്നൊക്കെ പറഞ്ഞു വിടാൻ. എന്തായാലും നമ്മുടെ ഒപ്പം ഇനിയും സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വരും എപ്പിസോഡിൽ അഭികൻ നമ്മളൊപ്പം ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് എപ്പിസോഡ് നമ്മുടെ കൂടെ മിമിക്സ് പെരേഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായി? ഹാപ്പി? പുതിയ ആളുകൾ കാണുന്നതും പ്രത്യേകിച്ച് മിമിക്രിയും കലയുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ഇടയിലിരിക്കുന്നത് തന്നെ എനിക്ക് ലഹരിയാണ്. ഭയങ്കര ഒരു സുഖമാണ്. ഞാനെല്ലാം മറന്നു പോകുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ. എൻ്റെ കൂട്ടുകാരെ, പ്രത്യേകിച്ച് മിമിക്രിക്കാരെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവർ ഇവർ കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞങ്ങളുടെ അപ്സര തിയേറ്റർ, സിനിമാ തിയേറ്ററിൻ്റെ അവിടെ വന്ന് പാട്ടുപുസ്തകം വെക്കുന്ന കടയിൽ പാട്ടുപുസ്തകത്തിൽ നോക്കി കൊതിയോടെ ഇരുന്നുണ്ട്. ഈ ലഡു ഒക്കെ ഇങ്ങനെ കൊതി വിട്ടൊക്കെ ഇരിക്കില്ലേ ചില പട്ടിണിയുള്ള പിള്ളേർ, ഇതൊക്കെ ഒന്ന് കുറേ നേരം നോക്കിയിരിക്കും. ഓരോ പാട്ടുപുസ്തകത്തിൻ്റെ പടവും നോക്കി മണിക്കൂറുകൾ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട്. അത്രയും ഇതിനോടുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. വളരെ കുഞ്ഞു പ്രായം മുതൽ പാട്ട് കേൾക്കാൻ വേണ്ടി അവിടെ തിയേറ്ററിൽ പോയിരുന്നു, പാട്ട് കേട്ടിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകും. റേഡിയോ ഒന്നുമില്ല. അപ്പോൾ അത്രയും ഇതിനെ സ്നേഹിക്കുന്ന ആൾ. അപ്പോൾ പുതിയ കുറേ മിമിക്രിക്കാരെ കാണുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് മിമിക്സ് പരേഡ് എന്ന് പേരുള്ള ഈ പരിപാടിയിൽ തന്നെ എന്നെ വിളിച്ചു എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം മിമിക്രിയാണ്. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ, അത് സാമ്പത്തികമായിട്ടാണെങ്കിലും എനിക്കൊരു നല്ല പേരുണ്ടാക്കി തന്നാണ് എല്ലാം മിമിക്രി തന്നെയാണ്. അപ്പോൾ മിമിക്രി ഈ കൂട്ടായ്മയോട് ഒരുപാട് നന്ദി. ഇതിന് ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ, ഭാവി ഭാസുരമാകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ കലാകാരന്മാരെയും. ഇപ്പോൾ പിഴവ് വന്നത് പിഴവായിട്ട് കരുതണ്ട. നമ്മളൊരിക്കലും ഇതിനെ എന്ത് കാര്യവും അബ്ദുൽ കലാമിൻ്റെ വാക്ക് നമുക്ക് കടമെടുക്കാം. എൻ്റെ എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ അല്ല, അതിന് ഒരു ഫുൾ ഫോം ഉണ്ട്. എന്താണ് ആ ഫുൾ ഫോം? ജയരാജിന് ഓർമ്മയുണ്ടോ? എഫർട്ട് നെവർ ഡൈ. യെസ്, എഫർട്ട് നെവർ ഡൈ. അതാണ് അതിൻ്റെ. നമ്മുടെ പരിശ്രമങ്ങൾ ഒരിക്കലും, ഞാൻ ആദ്യം മിമിക്രിയിൽ വരുമ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെയൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ബാലാരിഷ്ടതകൾ ഒരുപാടുണ്ടായിരുന്നു. അത് പലരും അംഗീകരിച്ചു പോലും ഇരുന്നില്ല. എൻ്റെ ദിവസത്തെ പെർഫോമൻസ് കണ്ടിട്ട് ഞാനൊരു മിമിക്രിക്കാരനാണെന്ന് പോലും അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ചില വേദികളിൽ ഞാൻ വളരെ നന്നായി ചെയ്യുക. അത് ചില ദിവസങ്ങളുടെയൊക്കെ പ്രശ്നമായിട്ട് കണക്കിലെടുക്കുക. മനുഷ്യന് ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ തളരരുത്. അബിക്ക പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം കൂടി കടമെടുക്കുകയാണ്. APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു സംഭവം.
നമ്മളുടെ ഫ്യൂച്ചർ നമുക്ക് മാറ്റാൻ കഴിയില്ല, ഓക്കെ. പക്ഷെ നമ്മുടെ ഹാബിറ്റ്സ് നമുക്ക് മാറ്റാൻ കഴിയും, നമ്മുടെ സ്വഭാവങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും. ഡെഫിനറ്റ്ലി ഫ്യൂച്ചർ നമ്മുടെ ആ ഹാബിറ്റ്സ് നമ്മുടെ ഫ്യൂച്ചർ മാറ്റും, ഓക്കെ. നമ്മളത് മാറ്റി കഴിയുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ കറക്റ്റാവും. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ള ഒരു ചെറിയ മടിയായിക്കോട്ടെ, അല്ലെങ്കിൽ അതിപ്പോൾ ശരിയാവുമോ, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ പോകണോ, അല്ലെങ്കിൽ ഇപ്പോൾ എത്തിയാൽ നടക്കുമോ എന്ന് പറയാൻ, ഇതൊക്കെ നമ്മുടെ മടിയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്വമില്ലായ്മയാണ്. അത് നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ബ്ലഡിൽ അത് ഉണ്ടെങ്കിൽ അത് മാറ്റുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ കറക്റ്റാവും, ഇല്ലേ? അപ്പോൾ അതിനും കൂടി വേണ്ടി ശ്രമിക്കുക നിങ്ങൾ. അബിക്ക പാട്ടിനെ ഒരുപാട് സ്നേഹിച്ച ആളായതുകൊണ്ട് ഡെഫിനറ്റ് നമുക്കൊരു പാടിയിട്ട് തന്നെ. പക്ഷേ ഈ മറ്റേ അബ്ദുൽ കലാം സാറിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു മഹാനായ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വലിയ അധ്യാപകനും ചിന്തകനും പ്രഭാഷകനായിരുന്ന അഴീക്കോട് സാറ്, നിങ്ങളറിയോ? അഴീക്കോട് സാറിനോട് ഞാനൊരിക്കൽ ചോദിച്ചു, സാർ യഥാർത്ഥത്തിൽ എന്താണ് നർമ്മം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, നർമ്മം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു സൃഷ്ടിയാണ്. വേദങ്ങളിലും ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും ഒന്നും നർമ്മത്തെപ്പറ്റി പറയുന്നില്ല. നർമ്മ കൈകാര്യം ചെയ്യുന്ന കഥാപാത്രങ്ങളും വളരെ വിരളമാണ്. മനുഷ്യൻ്റെ അസാമാന്യമായ ഒരു സിദ്ധിയാണ് നർമ്മം പറയുക എന്നത്. അത് മനുഷ്യനിർമ്മിതമാണ്. മാത്രമല്ല, നർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മം എന്ന് പറയുന്നത് ആളുകളെ രസിപ്പിക്കൽ മാത്രമല്ല, നമ്മുടെ ശത്രുക്കളെ പോലും ചിരിപ്പിക്കുന്നതായിരിക്കണം യഥാർത്ഥ നർമ്മം എന്നാണ് അഴീക്കോട് സാർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കലാം സാറിൻ്റെ കാര്യം പറഞ്ഞു, അഴീക്കോട് സാറിൻ്റെ കാര്യം പറഞ്ഞു. രണ്ട് മഹാന്മാരായ ആളുകളെ, അവരുടെ കോട്ടിങ്സിനെ എഫർട്ട് നെവർ ഡൈസ് എന്നതും നർമ്മം മനുഷ്യനിർമ്മിതമായ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ, നർമ്മത്തെ പറ്റി പറഞ്ഞ രണ്ട് മഹാന്മാരെ പറ്റി പറഞ്ഞുകൊണ്ട് സംഗീതത്തിൻ്റെ വഴികളിലൂടെ നമുക്ക് സംഗീതം തന്നെയാണ് നമുക്ക് അഭികാക്കിന് വിട്ടുകൊടുക്കാം അല്ലേ? ആയിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, ഇഷ്ടമുള്ളൊരു പാട്ട്. നവാസ്, അപ്പോൾ ഒരു പാട്ട് പാടും, ഒരു എല്ലാവർക്കും ഒന്ന് കൈയടിച്ചൊന്ന് രസിച്ചൊന്ന് വാമപ്പാക്കി അല്ലേ? ആ മാപ്പിളപ്പാട്ട് പാടിക്കും. അപ്പോൾ ഇത് ഇന്ന് ഈ വേദിയിൽ നിന്ന് തൽക്കാലത്തേക്ക് അബിക്ക പിൻവാങ്ങാണ് അല്ലേ? അപ്പോൾ നമുക്ക് അബിക്കാക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം ഈ സോങ്. റെഡി? കടക്കണ്ണിൽ മൂന കൊണ്ടെന്നീട നെഞ്ചിനകം വെട്ടിപ്പിടിച്ചൊരു വെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ. കടക്കണ്ണിൽ മൂന കൊണ്ടെന്നീട നെഞ്ചിനകം വെട്ടിപ്പിടിച്ചൊരു വെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൻ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ ഊമോളെ. എന്നെ പീഡ പോലെ കുടുങ്ങി നീ നടക്കും, അരളിപ്പു മിഴി കൊണ്ട് കവിതകൾ കുറിക്കും, അത് കണ്ടൻ മനസ്സാകെ പത പത പതയ്ക്കും. എന്നെ പീഡ പോലെ കുടുങ്ങി നീ നടക്കും, അരളിപ്പു മിഴി കൊണ്ട് കവിതകൾ കുറിക്കും, അത് കണ്ടൻ മനസ്സാകെ പത പത പതയ്ക്കും. കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കനലാട്ടം, പെണ്ണെ അടിവെച്ച് കുഴഞ്ഞാടി നെരികിൽ നീ അടുക്കും, അകതാരിൽ മിന്നാട്ടം, മനുഷ്യനെ കറക്കണ വിളയാട്ടം. ഓടക്കുന്ന ഇടുക്കിൽ പെട്ടോടുക്കത്ത കെട്ടും കെട്ടി ഇടങ്ങേറിലാക്കിയല്ലോ, നിന്റെ ഒടുങ്ങാത്ത ഇടിയറ്റിട്ടോടിയാത്ത എല്ലോരെണ്ണം ഇനി എന്റെ ഉടലിലില്ല. ഓടക്കുന്ന ഇടുക്കിൽ പെട്ടോടുക്കത്ത കെട്ടും കെട്ടി ഇടങ്ങേറിലാക്കിയല്ലോ, നിന്റെ ഒടുങ്ങാത്ത ഇടിയറ്റിട്ടോടിയാത്ത എല്ലോരെണ്ണം ഇനി എന്റെ ഉടലിലില്ല. മിനിയാന്ന് മിനിമത്തിൽ നിർത്താതെ തൊഴിച്ച് മീനക്കെട്ട് ഇരുന്നിന്നലെ തെറിയൊത്തിരി വിളിച്ചു, മടിക്കില്ല പൊന്നുമോളെ നിന്ന മൊഴി ചൊല്ലാൻ നാണക്കേടായി. റബ്ബേ മാറാപ്പിരാന്തായി, നിന്നെ കെട്ടിയ നാൾ മുതൽ ഇന്നു വരെ എനിക്കൊരു
സുഖം കിട്ടിയോ ഈ ബിലി ഓട്ടക്കെന്ന ഇടുക്കിൽ പെട്ടോടുക്കത്ത കെട്ടും കെട്ടി ഇടങ്ങേറിയിലാക്കിയല്ലോ നിന്റെ ഓട്ടുങ്ങാത്ത ഇടിയേറ്റിട്ടോടിയാത്ത എല്ലോരെണ്ണം ഇനി എന്റെ ഉടലിലില്ല. ഇതേ ജോഷയുടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു എപ്പിസോഡ് കാണാം. ഗുഡ് ബൈ.